നമസ്കാരം. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ ജെപിസി നിർദ്ദേശിച്ച 14 മാറ്റങ്ങളോടെ എത്തുന്ന ബില്ലിൽ 8 മണിക്കൂർ ചർച്ച നടക്കും. എംപിമാർക്ക് സഭയിൽ ഹാജരാകാൻ കോൺഗ്രസ് വിപ്പ് നൽകി. പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി 4 CPM എംപിമാർ സഭയിൽ തുടരും. JDU, TDP അടക്കമുള്ള NDA ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ്. കേരള എംപിമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന നിലപാട് KCBC ആവർത്തിച്ചു. CBCIയും സമാന നിലപാടിലാണ്. ബില്ലിനെ എതിർക്കുന്നവർ മതമൗലികവാദികൾക്കൊപ്പമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് സഭാ അനുകൂല പത്രമായ ദീപിക മുഖപ്രസംഗം എഴുതി. വഖഫ് നിയമത്തെ എതിർത്താൽ 2 മുന്നണികൾക്കുമെതിരെയുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുമെന്ന പരസ്യ പ്രഖ്യാപനം UDF-നെയും LDF-നെയും മുൾമുനയിലാക്കിയ സാഹചര്യമാണെന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ ഷോൺ ജോർജ് BJP, ഫാദർ ഫിലിപ്പ് കവീൽ കത്തോലിക്ക കോൺഗ്രസ്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ അമീൻ ഹസൻ അഭിഭാഷകൻ, ശ്രീ KS അരുൺകുമാർ CPM എന്നിവർ. ആദ്യം ഫാദർ ഫിലിപ്പ് കവീൽ, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എംപിമാർക്ക് ഓരോ വിഷയത്തിലും വിപ്പ് നൽകാറുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ എംപിമാർക്ക് വിപ്പ് നൽകി തുടങ്ങിയ കത്തോലിക്ക സഭ എംപിമാർക്ക് വിപ്പ് നൽകുകയല്ല, ഈ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ബില്ല് അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വേണ്ടി കത്തോലിക്ക മെത്രാൻ സമിതി അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ താല്പര്യം, അതായത് സാധാരണക്കാരായ ആളുകളുടെ താല്പര്യം ജനപ്രതിനിധികളെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം അതിലൊരു മുന്നറിയിപ്പിന്റെ സ്വഭാവമുണ്ടല്ലോ. കാലാകാലങ്ങളായി, ഇന്നിപ്പോ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് കാലാകാലങ്ങളായി ചില സമുദായങ്ങളുടെ വോട്ട് ഞങ്ങൾക്കുള്ളതാണെന്നും മറ്റു ചിലരുടേത് അങ്ങനെ അല്ലെന്നുമുള്ള കാഴ്ചപ്പാടുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വേണ്ടി വന്നാൽ മാറേണ്ടി വരുമല്ലോ. കാരണം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, ആര് അനുകൂലമായി നിൽക്കുന്നു എന്ന നിർണായകമായൊരു തീരുമാനമാണ് ഈ ബില്ലിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നതിലൂടെ സംജാതമാകാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ സ്നേഹിതനാണെന്ന് പറയുകയും ഒരാവശ്യം വരുമ്പോൾ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണത് അംഗീകരിക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസും കത്തോലിക്ക സഭയും വളരെ നിർണായകമായ തീരുമാനമാണ് എടുക്കുന്നത്. അയാൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുക? കേരളത്തിൽ ഉള്ള എംപിമാർക്ക് മാത്രമായി ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന് 100 അംഗങ്ങളുള്ള പാർലമെന്ററി പാർട്ടിയുണ്ട്. ആ പാർലമെന്ററി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ത് നിലപാട് ലോക്സഭയിൽ എടുക്കണം എന്നുള്ളത്. അതനുസരിച്ച് എംപിമാർക്ക് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി വിപ്പ് നൽകും. അതനുസരിച്ചിട്ടാണ് എംപിമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുക. അതല്ലാതെ സഭ പറഞ്ഞതും കരയോഗം പറഞ്ഞതും അനുസരിച്ചൊക്കെ എംപിമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? സഭ പറഞ്ഞതും കരയോഗം പറഞ്ഞതും അനുസരിച്ച് എംപിമാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ എംപിമാർക്ക് മനസാക്ഷി എന്നൊരു കാര്യമുണ്ട്. ഈ എംപിമാരെ വിജയിപ്പിച്ച ആ കോൺസ്റ്റിറ്റ്യുവൻസിലെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് കടമയുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടി തീരുമാനിക്കുകയാണ് ഈ ഒരു പ്രത്യേക വിഭാഗത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ അതിനനുകൂലമായിട്ട് വിപ്പ് അനുസരിക്കുവാൻ ഒരു എംപിക്ക് സാധിക്കുമോ? ഈ നാട്ടിലെ പൊതുവിഷയങ്ങളിൽ പൗരന്മാർക്ക്, ആ നാട്ടിലെ ആളുകൾക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി MP നിലനിൽക്കുകയും കൂടെ ചെയ്യണം. അത് MPയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഒരു പ്രവാചക ശബ്ദത്തിൻ്റെ ഭാഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുസമൂഹത്തിന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് ഈ KCBC സംസാരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിപ്പോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. CPM-ന് ആകെ ഒരു MP ഉള്ളൂ. CPM-നേക്കാൾ സഭയുമായി കുറെ കൂടി വോട്ട് ബേസിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കോൺഗ്രസിന്റെ പേര് തന്നെ എടുത്തു പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ നിങ്ങൾ പറയുന്നത് പോലെ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ BJPയുടെ ഒപ്പം പോകും, അല്ലെങ്കിൽ BJPക്ക് പിന്തുണ നൽകും എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ അവരെ പെടുത്തിയാൽ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് നാളെ ഒരു MP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാവുമോ, കോൺഗ്രസിൽ ഉണ്ടാവുമോ? എങ്ങനെ പറ്റും? ഈ നടക്കാത്ത കാര്യം പറഞ്ഞ് എന്തിനാണ് ഈ MPമാരെ സമ്മർദ്ദത്തിലാക്കുന്നത്? അഭിലാഷ് സാറേ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടിയിലെ MPക്ക് അത് അനുകൂലിക്കാൻ സാധിക്കുമോ? ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണ്ട ആ MP പ്രവർത്തിക്കുവാൻ. അപ്പോൾ ആ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല.
ഈ എം പി എന്ന ഒരാൾ എം പി ആയി തിരഞ്ഞെടുക്കുകയും രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ പ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷം മുതൽ അദ്ദേഹം പിന്നെ പാർട്ടിയുടെ പക്ഷത്തല്ല നിൽക്കേണ്ടത്, ജനപക്ഷത്താണ് നിൽക്കേണ്ടത്, ഈ രാജ്യത്തിൻ്റെ പൊതു നന്മയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അത് എം പിമാരും എം എൽ എമാരും ഒന്നും മറന്നു പോകാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു പാർട്ടിയുടെ കുത്തകാവകാശം എന്ന് പറഞ്ഞ ഒരു എം പിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ആ എം പി ജയിക്കുന്നത് ആ നിമിഷം മുതൽ, ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷം മുതൽ ആ എല്ലാ കൺസ്റ്റിറ്റ്യുവൻസിലെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അവിടെ അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്ത ബി ജെ പി ആണ് ബി ജെ പി, മാർക്സിസ്റ്റാണ് മാർക്സിസ്റ്റ്, കോൺഗ്രസ് ആണ് കോൺഗ്രസ്, അവരെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രതിനിധിയാണ് എം പി എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളുടെ പ്രതിനിധിയാണ്, പാർട്ടികളുടെ പ്രതിനിധിയല്ല എം പി എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ഈ വഖഫ് ഭേദഗതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വഖഫ് സാമാജികനും, അത് പാർലമെന്റ് അംഗമാവട്ടെ നിയമസഭാ സാമാജികനാവട്ടെ, അവരവരുടെ പാർട്ടി അനുവദിച്ചു കൊടുത്ത ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളാണ്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണ്. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചാൽ അവർ ആ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താകും, ആത്യന്തികമായി അയോഗ്യത പോലും നേരിടേണ്ടി വരും. ഇതൊന്നും സഭ അറിയാത്ത വിഷയമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണ്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഗുണഭോക്താവ് ആര് എന്നുള്ള വേറെ ചോദ്യമുണ്ട്. ഞാനത് അങ്ങയോട് ചോദിക്കുന്നതിന് മുൻപ് കെ പി നൗഷാദ് അലി, ഇതൊരു വലിയ പ്രതിസന്ധിയായി വരുമോ? ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ട്. ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾക്കൊക്കെ ഈ വഖഫ് നിയമത്തിൽ ഒരു നിലപാടാണുള്ളത് എന്നിരിക്കെ കേരളത്തിലെ എം പിമാർ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക സഭ ഖണ്ഡിതമായി വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? അല്ല, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് KCBCയുടെയും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പിന്നെ മുതിർന്ന ഘടകത്തിൻ്റെയും ഒക്കെ പിന്നെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളായിട്ട് പുറത്തു വന്നത് ഈ മുനമ്പം പോലുള്ള വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നയരൂപീകരണങ്ങളെ അനുകൂലിക്കണമെന്നും ഇതിൻ്റെ ഒരു ന്യൂനപക്ഷ സ്വഭാവം തകർക്കുന്ന രീതിയിലുള്ള പ്രവണതകളെ എതിർക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു പ്രത്യേക നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ഇതൊരു മൊത്തത്തിൽ സമ്പൂർണ്ണമായി എതിരാണ് എന്ന മട്ടിൽ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ KCBCയുടെ സെൻട്രൽ ബിഷപ്പ് കൗൺസിലിൻ്റെയൊക്കെ പ്രതിനിധികൾ TV ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടത് ആ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടാക്കുന്ന മുഴുവൻ നിലപാടുകളോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന നിയമ ഭേദഗതികൾക്ക് അനുകൂലമായി ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. അതിനെ അനുകൂലിച്ച്, അതായത് ആ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗത്തിലെ ഒരു വാചകം വായിക്കാം. വഖഫ് നിയമം വരുന്നത് പാർലമെന്റിലെ മതേതരത്വത്തിന്റെ പരീക്ഷയാണ്. നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ഭേദഗതി പാസ്സാകും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കും. മതേതര തലമുറകളോട് നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നാളെ ലോക്സഭയിൽ ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചു വോട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ മതമൗലികവാദികളായിട്ടായിരിക്കും കാണാൻ പോവുക എന്ന് എം പിമാരോട്, കോൺഗ്രസിന്റെയും CPM-ന്റെയും എം പിമാരോട് പറയുകയാണ് ഖണ്ഡിതമായി, കൃത്യമായി. അല്ല അഭിലാഷ, കഴിഞ്ഞെങ്കിൽ ഞാനതിനൊരു മറുപടിയിലേക്ക് വരാം. കാരണം ഇവിടെ ഈ വഖഫ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്കുകൾ എന്ത്, ഭരണഘടനയുടെ ഏതൊക്കെ മൗലികാവകാശങ്ങളെയാണ് അത് ലംഘിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ JPCയിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി 44ഓളം ഭേദഗതികൾ പ്രതിപക്ഷം സമർപ്പിച്ചിരുന്നു. സമ്പൂർണ്ണമായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്ത് ഭരണപക്ഷത്തിൻ്റെ 16ഓളം ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ബില്ല് നാളെ ലോക്സഭയിലേക്ക് വരുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 14, 15, 25, 26, 27 ഇതിൻ്റെയൊക്കെ വിരുദ്ധമായ വളരെ കൃത്യമായ കാര്യങ്ങൾ ആ ബില്ലിനകത്തുണ്ട്. അവിടുത്തെ സെക്ഷൻ 9 ഞാൻ ചോദിക്കുകയാണ്, BJP ഗവൺമെൻറ് കൊണ്ടുവരികയാണ് വഖഫ് ബോർഡിനകത്തൊക്കെ നിർബന്ധിതമായ മുസ്ലിമേതര പ്രാതിനിധ്യം വേണം, വഖഫ് ബോർഡിൻ്റെ CEO മുസ്ലിം ആകണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല എന്ന മട്ടിൽ അവിടെ എഴുതി വെക്കുമ്പോൾ എന്താണ് BJP അതിൻ്റെ പിന്നിൽ കാണുന്ന യുക്തി? എന്താണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? എന്താണ് വിപ്ലവകരമായിട്ടുള്ള അതിൻ്റെ ഭാഷ്യം എന്നത് വിശദീകരിച്ചാൽ കൊള്ളാം. രണ്ടാമതായിട്ട് പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന്. സ്ത്രീകളുടെ അവകാശമൊക്കെ മുമ്പേ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് തന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും പിന്നെ പഞ്ചാബിലും അതുപോലെ തന്നെ കശ്മീരിലും ഒക്കെ സ്ത്രീകളായ വഖഫ് ബോർഡ് ചെയർപേഴ്സൺമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ
ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഒരു കാര്യം കൂടി അഭിലാഷിനോട് ഞാൻ ഒറ്റ വരയിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് വഖഫ് അമെൻമെൻറ്റിലൂടെ വരുന്നത്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഈർക്കിൽ മുസ്ലിം സംഘടനയുടെ പിന്തുണ പോലും സമാഹരിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടോ? എല്ലാ മുസ്ലിം സംഘടനകളെയും ശത്രുപക്ഷത്താക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു നിയമമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എത്തരത്തിലാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക? 923 ലോർഡ് റീഡിംഗ് എന്ന കൊളോണിയൽ ഭരണത്തിന്റെ പ്രതിനിധി മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളും നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അന്നൊരു മുസ്ലിം സംഘടനക്കും ആ നിയമത്തിന് എതിർപ്പുണ്ടായിരുന്നില്ല. 954-ലും 95-ലും 2013-ലും ഒക്കെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ചർച്ച നടത്തിയിട്ടാണ് ഈ ബില്ലുണ്ടായത്. ഈ പറഞ്ഞ ഒരാളോടും ചർച്ച നടത്താതെ മുഴുവൻ ആളുകളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു നിയമവുമായിട്ട് BJP മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ അത് സതുദ്ദേശപരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളെ നിർണായകമായ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് രാവിലെ നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ കക്ഷികളുടെ യോഗങ്ങൾ നടന്നു വരുന്നു. അത് തീർച്ചയായിട്ടും KCBCയുടെ കൂടി അവരുടെ കൂടി ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ ഒരു തീരുമാനം യുക്തമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒരു തർക്കമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ദേശീയ തലത്തിൽ അഭിലാഷ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മുഴുവൻ നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആംഗിൾ അല്ല നിലനിൽക്കുന്നത്. അവിടെ JDU എന്ത് നിലപാടെടുക്കും, അവരുടെ നിലപാട് നാളെ രാവിലെ പ്രഖ്യാപിക്കും, ചർച്ചയിൽ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നായിഡു എന്ത് നിലപാട് പ്രഖ്യാപിക്കും, രാജ്യസഭയിലെ 7 അംഗങ്ങളുള്ള YSR കോൺഗ്രസിന്റെ 7 അംഗങ്ങളുള്ള ബിജു ജനതാദളിന്റെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള സജീവമായ അങ്ങനെ ആ കാര്യത്തിലുള്ള ചർച്ചകളുണ്ട് ദേശീയ തലത്തിൽ. അതാണ് ചർച്ച. കേരളത്തിൽ സഭ വളരെ കർശനമായ നിലപാടെടുത്തതുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ് ഇതാവുന്നത്. ദേശീയ തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള വേറൊരു ചർച്ച സാധ്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ പക്ഷേ ഷോൺ ജോർജ്, ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാം, ഇവിടെ ഹൈബി ഈഡനോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനോ ശശി തരൂരിനോ ഒന്നും നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ അവരുടെ സ്വന്തം നിലപാടെടുത്തു പോയിട്ട് സഭയിൽ പ്രസംഗിക്കാനും പറ്റില്ല, വോട്ട് ചെയ്യാനും പറ്റില്ല. ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി എടുക്കുന്ന നിലപാടനുസരിച്ച് അതിന്റെ വിപ്പനുസരിച്ചാണ് സഭയിൽ നിലപാട് സ്വീകരിക്കുക. ഇത് വളരെ പച്ചവെള്ളം പോലെ വസ്തുതയാണ് എന്നിരിക്കെ ഈ MP-മാരുടെ മുകളിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറയുന്നതിൽ ഒരു മര്യാദയുണ്ടോ? ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ പാർട്ടിയുടെ വിപ്പ് മാത്രമല്ല അനുസരിക്കേണ്ടത്. നിയമപരമായിട്ട് അത് ശരിയാണ്, പാർട്ടിയുടെ വിപ്പ് അനുസരിച്ചാൽ മതി. ഇവിടെ സഭയും കരയോഗവും പറയുന്നത് ചെയ്താൽ മതിയോ എന്നൊരു ചോദ്യം ഇവിടെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. ഇലക്ഷൻ വരുമ്പോൾ മാത്രം സഭയും കരയോഗത്തിലും പോയാൽ പോരാ. സഭയ്ക്കും കരയോഗത്തിനുമൊക്കെ ആവശ്യമുള്ള സമയത്ത് അവരുടെ നിലപാടുകൾക്കൊപ്പം സ്വന്തം പാർട്ടിയിൽ അതിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നു? അങ്ങനെ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ ആ പാർലമെൻ്ററി പാർട്ടിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ എൻ്റെ സഭയും അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ അന്ധമായി അതായത് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച പോലെ ആരുടെയെങ്കിലും വോട്ട് ബാങ്ക് എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, വളരെ ജെനുവിനായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമത്തെ ഭേദഗതി ചെയ്യണമെന്ന് ഒരു സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നു. അത് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മേൽ ഇത്തരത്തിലൊരു സമ്മർദ്ദമുണ്ട്, കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമാണ് ഇത് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് അവരുടെ ആവശ്യവും ന്യായമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അന്ധമായ ഈ ബില്ലിനെ അന്ധമായി എതിർക്കുന്നതിന് പകരം അതിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വാതുറന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? പാർലമെൻ്ററി പാർട്ടിയിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് സംസാരിക്കുന്നത്. എന്തിനാണ് ആ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്? MP-മാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ പാർലമെൻ്ററി പാർട്ടിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞ് പാർട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അക്കാര്യത്തിൽ BJP കാണുന്നത്. ഞാൻ വരാം. ശ്രീ അരുൺകുമാർ, ആദ്യം CPM-ന്റെ 4 MP-മാർ മധുരയിലെ പാർട്ടി കോൺഗ്രസിന് പോകാനായിരുന്നു തീരുമാനിച്ചത്. തീരുമാനിക്കുക മാത്രമല്ല, പോവുകയാണ് ഉണ്ടായത്. പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പലരെയും വലിയ തോതിൽ സർപ്രൈസ് ചെയ്യിച്ചു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് NIA നിയമ ഭേദഗതിയിൽ മുസ്ലിം ലീഗ് അംഗം വിമാനം വൈകിയതുകൊണ്ട് എത്തിയില്ല എന്നുള്ളതിനെ 4-5 കൊല്ലം ചർച്ചയാക്കി കത്തിച്ച് നിർത്തിയ പാർട്ടിയാണ് താങ്കളുടേത്. അപ്പോൾ MP-മാർക്ക് സ്വമേധയാ എന്താണത് തോന്നാത്തതെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രകാശ് കാരാട്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ 4 MP-മാരും സഭയിൽ ഉണ്ടാകും, ഈ വഖഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലൊക്കെ അത്രയും കൺഫ്യൂഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയാണല്ലോ. അതിൽ പ്രതിനിധികളായിട്ടുള്ള സഖാക്കൾ പ്രത്യേകിച്ച് അതിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് മധുരയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് 2 MP-മാർ ഉള്ളത്.
അപ്പോൾ നാളെ ഉച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ കരട് അവതരിപ്പിക്കും എന്നുള്ള തീരുമാനം വന്നത് വളരെ വൈകിയാണ്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം എല്ലാ എംപിമാരും പാർലമെന്റിൽ പങ്കെടുക്കണമെന്നും അതിശക്തമായിട്ട് ഈ ബില്ലിനെ എതിർക്കണം എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ യോഗം കുറച്ച് സമയം മുമ്പ് പൂർത്തീകരിച്ചു. ആ യോഗത്തിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ ബില്ലിൻ്റെ വ്യവസ്ഥകൾക്കെതിരെ നിലകൊള്ളണം എന്ന് തന്നെ തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം, ഏതെങ്കിലും തരത്തിൽ ഈ കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ, മറ്റു മതവിശ്വാസിയെ അതിലേക്ക് ഗവൺമെൻറ് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചാൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും സ്വത്ത് തരണം, ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും സംഭാവന തരണം എന്ന് വിചാരിച്ചാൽ ഇത്ര വർഷം കത്തോലിക്ക സഭയുടെ വിശ്വാസിയായിരുന്നാൽ മാത്രമേ ആ സ്വത്ത് അങ്ങേക്ക് തരാൻ അല്ലെങ്കിൽ സഭയ്ക്ക് തരാൻ കഴിയൂ എന്നൊരു നിബന്ധന ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മറുപടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കാം. ഏതെങ്കിലും ഒരു സഭയോ അല്ലെങ്കിൽ മതസംഘടനകളോ സാമുദായിക സംഘടനകളോ ഇന്ന നിലപാടെടുക്കണം എന്ന് ജനാധിപത്യത്തിൽ നിഷ്കർഷിക്കുന്ന, അതിനു വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എഴുതുന്ന രീതിയൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഇവിടെ മുനമ്പം പ്രോപ്പർട്ടിയുടെ അവിടുത്തെ വിഷയത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന നിലപാടെടുക്കണം എന്നതാണ് പലരും പറയുന്നത്. മുനമ്പത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ സിവിൽ തർക്കങ്ങൾ, ഇവിടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് എല്ലാ തരത്തിലുള്ള നിയമമുള്ള നാടാണ് നമ്മുടെ രാജ്യം. പക്ഷേ അത്തരത്തിൽ നിയമപരമായി ഭൂമി കൈമാറ്റം ചെയ്താലും എത്രയോ തർക്കങ്ങൾ കോടതിയിൽ വരുന്നു, എത്രയോ കേസുകൾ നിലനിൽക്കുന്നു. മുനമ്പം സാഹചര്യം അത് കൃത്യമായി ട്രൈബ്യൂണലിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ്. ട്രൈബ്യൂണലിന്റെ വിധിക്ക് വിധേയമായി കൃത്യമായിട്ട് പരിഹരിക്കണം. പക്ഷേ ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് റൂളുകൾ നിർമ്മിക്കാനും നിയമപ്രകാരമുള്ള അധികാരങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിലുള്ള ഈ ഭേദഗതി ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ഉം 26-നും കൃത്യമായിട്ട് എതിരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് എതിർക്കേണ്ടത്. അതേപോലെ തന്നെ മാർട്ടിൻ നിയോമുള്ളറുടെ ഒരു കവിത ഉണ്ടല്ലോ, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അവർ തൊഴിലാളികളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു തൊഴിലാളിയല്ല. പിന്നെ അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു ജൂതനല്ല. അവസാനം എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന മാർട്ടിൻ നിയോമുള്ളറുടെ കവിത കൂടി ഈ ബില്ലിനെ എതിർക്കാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നവർ ഒന്ന് വായിച്ചു നോക്കണം. കാരണം പ്രതിഷേധത്തിന്റെ എല്ലാ സ്വരങ്ങളെയും ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഒരു മതം മാത്രമുള്ള ഒരു ഏകധ്രുവ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു കടമ്പയാണ് ഇത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ അമീൻ ഹസൻ, നമ്മൾ ഈ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദം രാഷ്ട്രീയ കക്ഷികളുടെ മേൽ പല സന്ദർഭങ്ങളിൽ വരുന്നത് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ അഭൂതപൂർവമായ ഒരു ഘട്ടമാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, അതായത് പാർലമെന്റിൽ അംഗത്വമുള്ള പാർട്ടികൾ, BJP ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഈ വഖഫ് ഭേദഗതിയെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് അവരുടെ ആ മുന്നണിയുടെ തന്നെ സമീപനവുമാണ്. അപ്പോൾ MP-മാർ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച് തിരികെ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ വന്നാൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പിന്റെ ഭാഷ സഭയും അതിൻ്റെ വിവിധ ഘടകങ്ങളും പ്രസിദ്ധീകരണങ്ങളും നൽകുന്നത് കുറച്ച് പരിചയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന് കുറേയൊക്കെ അത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷ്, ഇതിൽ പ്രധാനമായിട്ടും KCBCയുടെ നിലപാട് ചരിത്രപരമായി തന്നെ ഒരു വഞ്ചനാത്മകവും ആത്മഹത്യാപരവുമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ അസംബ്ലിയിലെ ചർച്ചകൾ പരിശോധിച്ചാൽ പോലും വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ശക്തമായ നിലപാടുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ വിശ്വാസ സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശമായി മാറുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ആന്ധ്രയിൽ നിന്നൊരു പാസ്റ്റർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് KCBC സ്വന്തം സമുദായത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങളെ തന്നെ നിഷേധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശങ്ങളെ, ഭരണഘടനാ അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, സംഘപരിവാറിനോട് വിധേയപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നത് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം
മുനമ്പം പ്രശ്നം മുൻനിർത്തിയാണെങ്കിൽ മുനമ്പത്തെ പ്രത്യേകിച്ചും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ലത്തീൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആ സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു സമീപനം KCBC, ആ സമരത്തെ വഞ്ചിക്കുന്ന, ആ സമരത്തിൽ യഥാർത്ഥത്തിൽ നീതി തേടുന്ന മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് KCBC സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വഖഫ് ആക്ടിലെ ഏത് ഭേദഗതി കൊണ്ടാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KCBCയുടെ പ്രതിനിധി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം പറയേണ്ടത് ചർച്ച് ആക്ട് ആണ് വരുന്നതെങ്കിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും മുസ്ലിം സംഘടനയും ഒന്നാകെ ചർച്ച് ആക്ടിനെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വത്തവകാശത്തെ, അവരുടെ സ്വത്തിനെ നിയന്ത്രിക്കാനും അത് മാനേജ് ചെയ്യാനുമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒന്നാകെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശത്തിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ KCBC ചർച്ച് ആക്ട് പോലെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രപരമായി തന്നെ, വഖഫിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ചരിത്രപരമായി തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയാവകാശങ്ങളെ, അതിൻ്റെ അതിജീവനത്തെ നിർണ്ണയിക്കുന്ന ചരിത്രപരവും ഭരണഘടനാപരവുമായ പ്രാധാന്യം ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് സമാനമായി മുസ്ലിങ്ങളെപ്പോലെ സമാനമായി സംഘപരിവാറിൽ നിന്ന് പലതരത്തിലുള്ള വിവേചനങ്ങൾ, ഭരണകൂടത്തിൻ്റെ വിവേചനങ്ങൾ, അതിക്രമങ്ങൾ നേരിടുന്ന ഒരു സമുദായത്തിൻ്റെ നേതൃത്വം, ആ സമുദായം അങ്ങനെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. മുനമ്പത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നിലപാടാണ് എന്ന് പറയാൻ കഴിയില്ല. ലത്തീൻ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇത്തരത്തിലൊരു നിലപാടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. അതേസമയം അഭിലാഷ്, കോൺഗ്രസ്, ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ് നാളെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അതിശക്തമായി ബില്ലിനെ എതിർക്കാതെ വരുന്ന പക്ഷം, DMK എന്തായാലും എതിർക്കുമെന്ന് മനസ്സിലാക്കുന്നു, CPM എതിർക്കുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കോൺഗ്രസ് എതിർക്കാൻ ഞാൻ മുൻവിധിയോടുകൂടി അതിനെ കാണുന്നില്ല. പക്ഷേ എതിർക്കാതെ വരുന്ന പക്ഷം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അനാഥമാക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന സാഹചര്യമുണ്ടാവും. ഇത് ഞാൻ ഈ ആശങ്ക പങ്കുവെക്കാനുള്ള കാരണം ഇന്ന് ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇന്നത്തെ ചർച്ച കഴിയട്ടെ, വഖഫ് ബില്ലിലുള്ള അഭിപ്രായം പറയാൻ എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ വഖഫ് ബില്ലിൽ നേരത്തെ പ്രിയപ്പെട്ട നൗഷാദ് അലിയൊക്കെ കൃത്യമായി പറഞ്ഞതുപോലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കെ കോൺഗ്രസ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന സമീപനമാണ് നാളെ സഭയിൽ സ്വീകരിക്കുന്നത് എങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ അനാഥമാക്കുന്ന, വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണോ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അഭിലാഷ്, KCBCയുടെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയ ഒരു ആശങ്ക, ഒരു കൺഫ്യൂഷൻ കാരണം ഈ JDUവും അതേപോലെ തന്നെ നായിഡുവിൻ്റെ പാർട്ടിയും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കെ അതിനെ വഴിതിരിച്ചു വിടുന്ന, സംഘപരിവാറിന് അനുകൂലമായി കേരളത്തിലെങ്കിലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പോലും കോൺഫിഡൻസ് നൽകുന്ന ഒരു സമീപനം കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായി എന്നുള്ളത് നിരാശാജനകമാണ്, വഞ്ചനാത്മകമാണ്. സഭയ്ക്ക് തന്നെ, ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ആത്മഹത്യാപരമായ നിലപാടാണ് പറയാൻ ഞാൻ. KCBCയുടെ നിലപാടിനെ നിർമ്മല സീതാരാമൻ മുതൽ കിരൺ റിജിജു വരെ വളരെ അഭിനന്ദനപരമായി എടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ അവരെ സംബന്ധിച്ച് അതിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തമാണ്. ഫാദർ ഫിലിപ്പ് കബീൽ, എന്തിന് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തെ ക്രൈസ്തവ സംഘടനകൾ അനുകൂലിക്കണമെന്ന ചോദ്യം വരുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ KCBCയുടെ ഒക്കെ മനസ്സിൽ മുനമ്പം പരിഹാരം എന്നുള്ളതായിരിക്കുമല്ലോ മനസ്സിലുണ്ടാവുക. നോക്കൂ, ഇന്ന് ഭരണമുന്നണിയുടെ ഭാഗമായ JDUവിന്റെ നേതാവ് സഞ്ജയ് ജ, അദ്ദേഹം ബീഹാറിലാണ്, JDU അറിയാമല്ലോ, അവർക്ക് അവിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഭരണകക്ഷി നേതാവാണ്, ഈ നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കരുത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് JDUവും TDPയും RLDയും LJPയും NDAയിലെ ഈ ഘടക കക്ഷികളൊക്കെ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം. പക്ഷേ അവർക്ക് ചില നിബന്ധനകൾ ആവശ്യമുണ്ട്. അതുകൂടി അംഗീകരിക്കുന്ന തരത്തിലായിരിക്കും ഈ നിയമത്തിന്റെ പാസാക്കൽ. കാരണം അവർക്ക് അവിടെ വോട്ട് എന്നുള്ളതൊരു ഘടകമാണല്ലോ. അപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാകരുത്, അക്കാര്യം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ഭരണകക്ഷി നേതാവ് പറയുമ്പോൾ ഈ നിയമം എങ്ങനെ മുനമ്പത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. അതിന് പറയാനുള്ള സമയം തരണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തുടക്കത്തിൽ തന്നെ ഈ KCBCയുടെ മുന്നറിയിപ്പ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കും. കോൺഗ്രസിൻ്റെ ആദ്യം പറഞ്ഞ ശ്രീ KP നൗഷാദ് അലി അത് കൃത്യമായിട്ട് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അത് കൃത്യം മനസ്സിലാക്കിയാണ് പറഞ്ഞത്. അതായത്
വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും, കൃത്യമായി ശ്രദ്ധിക്കണം, ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായിട്ട് ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്നാണ് KCBC പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകം വീണ്ടും പറഞ്ഞിട്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. വഖഫ് നിയമം ഇപ്പോൾ ഉള്ളത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് ആർട്ടിക്കിൾ 300A അനുസരിച്ച് ഒരാളുടെ വസ്തു നഷ്ടപ്പെടണമെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, കോടതി വ്യവഹാരത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് എടുക്കാൻ പറ്റുകയുള്ളൂ. 2, ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ റെമ്യൂണറേഷൻ കൊടുക്കണം. ഈ 2 കാര്യങ്ങളും ഈ വഖഫ് ബില്ലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വഖഫ് നിയമം അനുസരിച്ച് നടക്കുന്നില്ല. ആരുടെ സ്ഥലവും ആർക്കും വഖഫാണെന്ന് പറയുകയും അതിന്മേൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് അതിൽ തന്നെ ഒരു ഇസ്ലാമിക ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഈ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ നിയമം കാനൻ ലോയാണ്. ഈ കാനൻ ലോ ഇവിടുത്തെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഹൈന്ദവ നിയമങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈ ഇസ്ലാമിക നിയമമായ ശരീഅത്തിൻ്റെ ഭാഗമായ ഈ നിയമങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഈ ട്രൈബ്യൂണൽ എന്ത് നിയമത്തിലാണ് ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് റൂൾസ് അനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത്? ഭരണഘടനാ വിരുദ്ധതയെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ സാധിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ BJP, കോൺഗ്രസ്, മാർക്സിസ്റ്റ് എന്നൊന്നല്ല പറയേണ്ടത്. ഇവിടെ ഒരു പാർട്ടിയുടെ MP എന്നൊന്നും ഉള്ളതുമല്ല പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രാധാന്യമുള്ളത്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു നിയമവും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തുക. ഒരു മതത്തിൻ്റെ നിയമമല്ല ഇവിടെ ഭരിക്കേണ്ടത്, ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഭരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സെക്ഷൻ 2 പ്രകാരം ഇതിൻ്റെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ഈ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിലെ വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളുണ്ട്. 44ഓളം ക്ലോസുകൾ അതിൽ ഭേദഗതി ബില്ലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 4-5 ക്ലോസുകളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ക്ലോസ് നമ്പർ 10, അതിൽ സെക്ഷൻ 2 JPC ശുപാർശ ചെയ്ത വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മുനമ്പം പ്രശ്നം മുൻകാല പ്രാബല്യത്തോടെ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനനുസരിച്ച് നമ്മൾ ഭേദഗതിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കണം. അതുപോലെ 20 വഖഫ് നിയമത്തിൻ്റെ വിഷപ്പല്ലാണത്. സെക്ഷൻ 40 എടുത്തു കളഞ്ഞിരിക്കുകയാണ് അവിടെ. അതിനെതിരെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ രാജ്യത്ത് ഏത് വസ്തുവും തട്ടിയെടുത്ത് വഖഫിൻ്റെ സ്വത്താക്കുന്നത് തടയാനാണ് ഒരു ഭേദഗതി അവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരൻ്റെ ഭരണഘടനാപരമായ സ്വത്തവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? അത് തിരുത്തപ്പെടേണ്ടതല്ലേ? അതുപോലെ 25-ാമത്തിൽ പറയുന്നത് സെക്ഷൻ 52(4) അത് ഭേദഗതി ചെയ്തിരിക്കുകയാണ്. മതനിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രൈബ്യൂണലിൻ്റെ അധികാരം അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കുകയല്ല, കോടതികളിൽ ചോദ്യം ചെയ്യാമെന്നാണ് ഈ ഭേദഗതി പറയുന്നത്. അതിൽ എങ്ങനെയാണ് നമ്മൾ എതിർക്കാൻ സാധിക്കുന്നത്? എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ സഭയ്ക്ക് വേണ്ടത് അനുസരിച്ച് വേണം നമ്മൾ ഏകപക്ഷീയമായി ഒരു വസ്തു വഖഫാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന പ്രൊവിഷൻ ഒഴിവാക്കണം. ഇതിൽ കോടതി വ്യവഹാരങ്ങൾ സിവിൽ കോടതിയുടെ പരിധിക്കകത്ത് വേണം, വഖഫ് ട്രിബ്യൂണലിൽ വരരുത്. ഈ 2 കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ സഭയ്ക്ക്? തീർച്ചയായിട്ടും. കാരണം ഇതിലെ ഓരോ ഭേദഗതി ഞാൻ ഓരോന്ന് ഇപ്പോൾ എടുത്ത് പറഞ്ഞു. ഉദാഹരണത്തിന് സെക്ഷൻ 107 ഭേദഗതി ചെയ്തിട്ടുണ്ട് ഈ ബില്ലിൽ. അതായത് 41-ാമത്തെ നമ്പറിൽ കാലപരിധി നിയമം മറികടന്ന് 12 വർഷം ഒരാളുടെ കൈവശമുള്ള വസ്തു ഏകപക്ഷീയമായി വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാൻ ഈ ഭേദഗതി അനുസരിച്ച് സാധിക്കുകയില്ല. അത് നമ്മൾ തിരുത്തണം. അനേകം വിഷയങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് ഓരോ പറയാൻ സമയം എടുക്കുന്നുണ്ട്. ഞാനത് നിർത്തട്ടെ. ഇനി CPM-ന്റെ ബഹുമാനപ്പെട്ട KS അരുൺകുമാർ സാർ പറഞ്ഞതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. താങ്കൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമായിട്ട് കൂട്ടിക്കലർത്തരുത്. താങ്കൾ പറഞ്ഞു ക്രൈസ്തവ സഭയുടെ വസ്തുക്കളുടെ മേൽ ഗവൺമെൻറ് ഒരു അവകാശം ഉന്നയിച്ചാൽ, ഇതുപോലെ അവകാശം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും?
പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ CPM-ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വത്തുക്കളെക്കുറിച്ച് നിങ്ങൾ അവിടെ പറയണം. ക്രൈസ്തവ സഭയ്ക്ക് സ്വത്തുക്കളുണ്ടെങ്കിൽ അത് ന്യായമായ സ്വത്തുക്കളാണ് ഇവിടെ. വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിക മഹല്ലുകളുടെ സ്വത്തല്ല. നമ്മൾ ആടിനെ പട്ടിയാക്കുന്ന പോലെ പറയരുത്. ഇസ്ലാമിക മഹല്ലുകൾക്കുള്ള സ്വത്തുക്കളുടെ മേലോ അല്ലെങ്കിൽ മോസ്കുകൾക്ക് മേലോ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? വഖഫ് ബോർഡിന് കിട്ടുന്ന ആരെങ്കിലും ദാനം ചെയ്ത വസ്തുക്കളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഈ നാട്ടിലൊരു നിയമമുണ്ട്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടിക്കലർത്താൻ വിശദാംശങ്ങളിലേക്ക് പോയി വരാം. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണം. പക്ഷേ നൗഷാദ് അലി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ നിലപാടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കോൺഗ്രസിന്റെ MP-മാർക്ക് അത് പറയാം എന്നിരിക്കെ ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം നാളെ ഞങ്ങളുടെ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സമ്മർദ്ദത്തിലായോ എന്നൊരു ചോദ്യം ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇവിടെ സഭ ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ സെക്ഷൻ 40യുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ, ഇപ്പോൾ വയനാട് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്, തൃശ്ശൂർ ജില്ലയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഏകപക്ഷീയമായി വഖഫ് സ്വത്താണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ഈ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് കേസ് നടത്തേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം മറികടക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക എന്ന ഒരാവശ്യം വരുന്നുണ്ട്. ഇതിനെ ആ നിലയിൽ വിഷയാധിഷ്ഠിതമായി വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു എഗ്രിമെന്റിന്റെ പോയിന്റ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഉണ്ടാവുമോ? ഞാനിവിടെ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കൊരു ആശ്വാസമായിട്ടുള്ളത്, അദ്ദേഹം ഉടനീളം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പോയിന്റ്, അത് സിംഗിൾ പോയിന്റാണ്. അതായത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ചില അവകാശ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷ അവകാശം ലംഘിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ഞാനിവിടെ അഭിലാഷിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ 95-ൽ നമ്മളൊരു വഖഫ് ആക്ട് അമെൻഡ് ചെയ്തു. അതിനുശേഷം 2006-ൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് സച്ചാർ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഒരുപാട് വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതൊരു സർക്കാർ ഭൂമി പോലെയുള്ള ഭൂമി ഒരുപാട് പേർ കയ്യേറിയിട്ടുണ്ട് പലയിടങ്ങളിലും. അതൊരുപാട് കൊമേഴ്സ്യൽ പ്രാധാന്യമുള്ള ഭൂമികൾ കയ്യേറിയതിൻ്റെ വിശദമായ ചിത്രം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്നാണ് 2013-ൽ ഈ കയ്യേറ്റം ഇല്ലാതാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു അമെൻമെൻറ്റ് വന്നത്. എന്നാൽ അത് ചിലയിടങ്ങളിൽ ഈ മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ അവിടുത്തെ ആളുകൾ തദ്ദേശീയരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുൻകാലത്ത് അവർക്ക് ഭൂമി വിറ്റ ആളുകൾ ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കി ആളുകൾക്ക് രമ്യമായി മുന്നോട്ട് പോകാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ജനാധിപത്യ മതേതരവാദിയായ ഒരു പൗരൻ എന്ന നിലക്ക് കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് കരുതി വഖഫ് ബോർഡ് എന്നാൽ ഏതൊരു ഭൂമിയിലും അവകാശം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കിരാത രൂപമാണ് എന്നൊരു സങ്കല്പം, എന്നൊരു തെറ്റിദ്ധാരണ പ്രചരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് വഖഫുമായി ബന്ധപ്പെട്ട വാക്കാലോ അല്ലെങ്കിൽ ആധികാരികമായോ ആ ബോർഡുമായി ബന്ധപ്പെട്ടൊരു ദാനവുമായി ബന്ധപ്പെട്ട ഭൂമികളിൽ മാത്രമാണ് തർക്കമുള്ളത്. അല്ലാതെ ഏത് ഭൂമിയും വഖഫ് ബോർഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തർക്കങ്ങളുള്ളത്. തീർച്ചയായിട്ടും മുനമ്പം ഭൂമിയും 1960-കൾ തൊട്ട് വ്യവഹാരങ്ങളിലുണ്ട്. ആ ഭൂമി അതായിരിക്കും ഇവർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. അത്തരം തെറ്റിദ്ധാരണകൾ മുൻനിർത്തി അത് മാറ്റി എല്ലാവർക്കും ഒരു വിൻ വിൻ പോളിസിയിലുള്ള ചില ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും വരട്ടെ എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അനുകൂല അഭിപ്രായമാണുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ നിയമം BJP മുന്നോട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിർദോഷകരമായിട്ടല്ല. ഇത് 1938-ൽ ഹിറ്റ്ലർ അവിടുത്തെ സിനഗോഗുകൾ പൊളിച്ചു മാറ്റാൻ ക്രിസ്റ്റാലൻ ചട്ടി എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഗസ്റ്റോയിസേഷൻ നിയമം വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ന്യൂറംബർഗ് നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹിറ്റ്ലർ കൊണ്ടുവന്ന അന്നത്തെ അവിടുത്തെ ജൂതന്മാർക്കെതിരായ നിയമങ്ങളായിരുന്നു. അതിന് സമാനമായ നിയമങ്ങളാണ് വരുന്നത്. കാരണം ഏതൊരു വഖഫ് ഭൂമിയിൽ നാളെ ഒരാൾക്ക് ഒരു തർക്കമുണ്ടാക്കാം. സെക്ഷൻ 40 എടുത്ത് കളഞ്ഞത് കാരണം തീർച്ചയായിട്ടും BJP ഗവൺമെന്റുകളുടെയൊക്കെ പ്രതിനിധികളായിരിക്കും അതൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ 1.25 ലക്ഷത്തിലധികം വീടുകൾ ഇടിച്ചു പൊളിച്ച് കളഞ്ഞൊരു സർക്കാരാണിത്. ആയിരക്കണക്കിന് പള്ളികളും അതുപോലെ തന്നെ ചർച്ചുകൾ ഉൾപ്പെടെ ഇടിച്ചു പൊളിച്ച സംസ്ഥാന സർക്കാരുകളാണ് ഉത്തരേന്ത്യയിൽ ഭരിക്കുന്നത്. അവർക്കൊക്കെ ഒരു പൂമാല കിട്ടുക, അവർക്കൊക്കെ ആ കോണി കയറുന്നതിന് പകരം ഒരു തളപ്പ് കിട്ടുക എന്നുള്ളതാണ് ഈ നിയമം
ഉണ്ടാക്കാൻ പോകുന്ന ആളുകളുടെ പിന്നിലുള്ള വിവക്ഷ. ഇതൊരുപാട് പള്ളികളെയും ഒരുപാട് ദർഗകളെയും വിശ്വാസ സ്തംഭങ്ങളെയും സൂക്തങ്ങളെയും ഒക്കെ ഇവിടെ തവിട് പൊടിയാക്കാനുള്ള നിയമപരമായ ഒരു അധികാരമാണ്. മാത്രമല്ല വഖഫുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളിലുള്ളവർ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ മാത്രമല്ല. ഇവിടെ ITC വിൻസ്റ്റർ ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ ടോളിഗഞ്ച് സാൾട്ട് ലേക്ക് പോലെയൊക്കെയുള്ള സ്റ്റേഡിയങ്ങളും ഗോൾഫ് കോർട്ടുകളും ഒക്കെ വഖഫ് ബോർഡുമായിട്ട് വ്യവഹാരത്തിലുള്ളതാണ്. വഖഫ് ട്രിബ്യൂണലാണ് അന്തിമ വ്യവഹാരത്തിന് തീർപ്പ് കൽപ്പിക്കുന്നവരെന്നൊരു തെറ്റിദ്ധാരണയുമുണ്ട്. ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഇങ്ങനെ വലിയ വലിയ വമ്പന്മാരും വഖഫ് ബോർഡുകളും തമ്മിലുള്ള സിവിൽ കേസുകൾ നിലവിലുണ്ട്. അവർക്ക് കൂടി അനുകൂലമാകുന്ന ഒരു നിയമത്തിനെയാണ് ഇത്തരത്തിലുള്ള ചില മതവിശ്വാസികളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങൾ സാമാന്യവൽക്കരിച്ചുകൊണ്ട് BJP-ക്കാർ ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണു പോകരുത് എന്നുള്ളതാണ് എല്ലാ മതവിശ്വാസികളോടും വ്യക്തിപരമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ കൃത്യമായി BJP-യുടെ രാഷ്ട്രീയ അജണ്ടകളാണ് ഈ നിയമത്തിലുള്ളത്. അത് 1930-കളിലെ ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് എന്നുള്ളതാണ് പ്രയോഗിക്കുമ്പോൾ എത്രമാത്രം രൂക്ഷതയായിരിക്കും ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണാം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ഷോൺ നോക്കൂ, ഇപ്പോ പഴയതുപോലെയല്ല. BJP-ക്ക് കേവല ഭൂരിപക്ഷമില്ല, ഒറ്റയ്ക്ക് 240 അംഗങ്ങളുടെ പിന്തുണയുള്ളൂ. സ്വന്തം ഘടകകക്ഷികളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. JDU, TDP, RLD, LJP. ഇതിൽ ഇപ്പോൾ JDU-യും LJP-യും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 8 മാസത്തിനുള്ളിൽ നേരിടാൻ പോവുകയാണ് ബീഹാറിൽ. RLD പശ്ചിമ UP-യിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. TDP ആന്ധ്രയിലും. ഇവര് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന പാർട്ടികളല്ല എന്ന് മാത്രമല്ല, അവർക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇന്ന് JDU-വിന്റെ നേതാവ് പറഞ്ഞത് നിതീഷ് കുമാർ കഴിഞ്ഞ 19 വർഷമായി മുസ്ലിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല എന്നാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസികൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ പറയുന്ന അതേ കാര്യം കൊണ്ട് എല്ലാ കക്ഷികളെയും കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുമോ? അതല്ലേ ആദ്യത്തെ പ്രശ്നം. ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഇവരെല്ലാം ശ്രമിക്കുന്നത് ഒരു ഭീതി പരത്താനാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല. ഇപ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. ന്യൂനപക്ഷ ഐക്യത്തിൻ്റെ പേരിൽ ഇവിടെ എന്തുമാകാം. മാത്രമല്ല 10-11 വർഷമായി, 11ാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രം, ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ഏറെക്കുറെ 1 മണിക്കൂറോളം ചർച്ച നടത്താനുള്ള അവസരം എനിക്കുണ്ടായി. ഞാൻ വ്യക്തമായി പറയട്ടെ, എൻ്റെ എറണാകുളത്തുള്ള ഒരു പ്രിയ സുഹൃത്ത്, ഒരു മുസ്ലിം അഭിഭാഷകൻ തന്ന മുഴുവൻ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു നിർദ്ദേശം മാത്രം ഞാൻ പറയാം. ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി പറയുമ്പോഴും അതുമാത്രമല്ല ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഇനി വരുന്നതിനെല്ലാം റീ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വഖഫിന് വസ്തുക്കൾ റീ രജിസ്ട്രേഷൻ എന്നൊരു ക്ലോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലോസ് വരുമ്പോൾ പുരാതനമായ പള്ളികൾ, ചിലപ്പോൾ 100-150 വർഷമായിട്ടുള്ള മുസ്ലിം പള്ളികൾ, ദേവാലയങ്ങളുണ്ട്. അതിനൊന്നും വസ്തുക്കളുടെ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ ഒരു നിർദ്ദേശം പറഞ്ഞു, ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ വരുമ്പോൾ ഇത്തരം പള്ളികളെ ബാധിക്കും, അതൊന്ന് പരിഹരിക്കാൻ കഴിയില്ലേ? അത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും നമ്മളത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഞാൻ JPC-ക്ക് നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം JPC-യോട് ആ നിർദ്ദേശം ഉൾക്കൊള്ളിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതിനെയെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ച് ഇവിടെയുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ, പൗരത്വ ഭേദഗതി നിയമം വന്നു, ഇവിടെ എല്ലാവരും കിടന്ന് തുള്ളിയില്ല. എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തൊന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റമായി നരേന്ദ്രമോദി എന്ന കിരാതൻ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടാൻ പോകുന്നു പറഞ്ഞ് ഇവിടെ എന്താ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഏറ്റവും അധികം പൗരത്വം ലഭിച്ച ഒരു ഇസ്ലാം സഹോദരനാണ്. ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുക, ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും BJP ചർച്ച് ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ BJP-കാരനായ ഒരു ക്രൈസ്തവനാണ്. എനിക്കറിയാം എൻ്റെ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് സംബന്ധിച്ചും ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങളോടൊപ്പം എങ്ങനെ പെരുമാറണമെന്നും എൻ്റെ പാർട്ടി എന്നോട് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വേണം, എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രത്യേകം തന്നിട്ടുള്ള നിർദ്ദേശം, ഞങ്ങൾ പാർട്ടിയുടെ എല്ലാവരും പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തും. ഇവർ കുറേ വർഷമായിട്ട് ഈ മൈനോറിറ്റി ഐക്യം, അത് കോൺഗ്രസ് ഇപ്പോൾ അതിനകത്ത് ഒരു സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചു, നാളെ കോൺഗ്രസ് ഇതിനെ ബില്ലിനെ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കാൻ തീരുമാനമെടുത്താൽ ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ അനാഥമാകാണ് എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടു. അങ്ങനെ അനാഥമാകാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സഹോദരങ്ങളുടെ മുഴുവൻ പിതൃത്വം നിങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിച്ചോ? അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ കോൺഗ്രസ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണോ കോൺഗ്രസ്? ഞാനാണ് അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്, അങ്ങനെയല്ല അവർ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വഖഫ് ഭേദഗതിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇവർ അന്ധമായി എതിർക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നൗഷാദ് അദ്ദേഹം സൂചിപ്പിച്ചു,
അതിനകത്ത് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമായി 24 മണിക്കൂറും കയ്യിൽ ഭരണഘടന പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി. എല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായുള്ള ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് പൗര നിയമങ്ങൾക്കും വിരുദ്ധമായുള്ള നിയമങ്ങളെങ്കിലും അമെൻഡ് ചെയ്യാനുള്ള സാമാന്യ മര്യാദയ്ക്ക് കൂട്ടുനിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ലേ? ശരി, ഓക്കെ. അവിടെ ശ്രീ അരുൺകുമാർ, ഇപ്പോൾ നാളെ ഈ ചർച്ച നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുമെന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുക അസാധ്യമാണ്. പക്ഷെ നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത ഏറ്റവും ഒടുവിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ഉണ്ടല്ലോ. ഹൈക്കോടതി വിധിയുടെ സത്ത എന്ന് പറയുന്നത് ഇതിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചോ അല്ലാതെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല. കാരണം ഇതിൽ അധികാരമുള്ളത് വഖഫ് ട്രിബ്യൂണലിലാണ്. ഇതിന്റെ സോൾ അതോറിറ്റി എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലാണ് എന്നുള്ളതായിരുന്നു ആ ഉത്തരവിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിവിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇത്രയും കാലം വഖഫ് ട്രിബ്യൂണലിന് മുമ്പിൽ കാത്തിരിക്കേണ്ടതുണ്ടോ? അതിൽ മുസ്ലിങ്ങളായവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു നിലപാടാണ് അവിടെ കത്തോലിക്ക സഭയുടെ ഭാഗമായി പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ മുസ്ലിങ്ങളുടെ ഈ വഖഫ് അഡ്മിനിസ്ട്രേഷനിൽ മറ്റു മതസ്ഥരും വേണം, അല്ലെങ്കിൽ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയാലേ വഖഫ് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്ന് അവർക്കും അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരു എഗ്രിമെന്റിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ പോയിന്റ് ഉണ്ടാകുമോ? അഭിലാഷ് സാറേ അത് കറക്റ്റാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ കാരണം ഇവിടെ ഞാൻ പറയട്ടെ, അതായത് ഇവിടെ ശരിയത്ത് നിയമം അതേ രൂപത്തിൽ വഖഫ് നിയമമാക്കി മാറ്റി എന്ന രൂപത്തിലൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ വഖഫ് നിയമം? എത്ര തവണ കാലോചിതമായിട്ടുള്ള പുതുക്കലുകൾ അതിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പുതുക്കൽ വരുത്താനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ ആ നിയമത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നശിപ്പിക്കുന്ന തരത്തിലും ഏത് നിയമം ഉണ്ടാക്കിയാലും അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശമായി ഏതു മതത്തിൽ വിശ്വസിക്കാനും വിശ്വാസത്തിൽ പ്രചരിപ്പിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുമ്പോൾ ആ മൗലിക അവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭേദഗതി വഖഫ് നിയമത്തിൽ വരുന്നതിനെയാണ് നാം എതിർക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ട്രൈബ്യൂണലിന്റെ പ്രവർത്തനമോ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ ഒരു കാലോചിതമായിട്ടുള്ള മാറ്റം, ഭരണഘടനാപരമായിട്ടുള്ള മാറ്റമാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷേ ഭരണഘടനയ്ക്കെതിരായി ആ നിയമത്തിന്റെ പർപ്പസ് തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, വഖഫ് ബോർഡും ട്രൈബ്യൂണലും അവിടെ അങ്ങ് തീരുവാണെന്ന്. അപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അത് ചൂണ്ടിക്കാണിച്ചു. ഇവിടെ മുനിസിഫ് കോടതി, സബ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി പോലെ തന്നെ വഖഫ് ബോർഡ്, വഖഫ് ട്രൈബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതിയാണല്ലോ. വഖഫ് ബോർഡിന്റെ തീരുമാനം എന്തെങ്കിലും അന്തിമമാണോ? നേരെ ഹൈക്കോടതിയിലേക്കല്ലേ അതിന്റെ അപ്പീൽ വരുന്നത്. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ കോടതി പോലെ തന്നെ ഒരു ഭരണഘടനാ കോടതിയല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയല്ലേ. അപ്പെക്സ് കോടതി, സുപ്രീം കോടതി പോയിട്ട് എത്രയോ കേസ് തീരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള വിധി നിർണ്ണയമാണ് വഖഫ് ട്രൈബ്യൂണലിൽ നടക്കുന്നത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് ഒന്ന് തെറ്റാണ്. അതേപോലെ പറഞ്ഞല്ലോ, എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളയാണ്. ആ മതവിശ്വാസത്തിലുള്ള ആളുകൾക്കോ പുറത്തുനിന്നുള്ളവർക്കോ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ കൊടുക്കാം. അതിപ്പോ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വാസമുള്ളവർക്ക് ക്രിസ്ത്യൻ മതത്തിന് കൊടുക്കുന്നത് പോലെ, ഹിന്ദു മതത്തിൽ വിശ്വാസമുള്ളവർ ആ മതത്തിന് കൊടുക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ഭാഗമായി പലർക്കും കൊടുക്കാം. അതിൽ ഇത്ര വർഷം എത്തിയവരെ കൊടുക്കാവൂ, അത് പരിപാലനം ചെയ്യാൻ മറ്റു മതത്തിൽപ്പെട്ടുള്ളവർ വരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പോ ഏക സിവിൽ കോഡ് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഏത് മതത്തിലും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അധികാരമുള്ള നാട്ടിൽ എല്ലാവരും വിവാഹമോചനം, ദത്ത്, പിന്തുടർച്ചാവകാശം ഇന്ന രൂപത്തിലേക്ക് മാറണമെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആ മണിപ്പൂരിലെ 250 ക്രിസ്ത്യൻ ദേവാലയങ്ങളാ കത്തിച്ച്, അതുപോലെ തന്നെ നഗ്നരായി പെൺകുട്ടികളെ പരേഡ് നടത്തിയ കാഴ്ചയും, ഈ ക്രിസ്തുമസിന് പോലും ഒരു കേക്ക് മുറിക്കാൻ കഴിയാത്ത രാജ്യത്തിന്റെ വിവിധ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വലിയ രൂപത്തിൽ പീഡനം അനുഭവിച്ചതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പ്രഖ്യാപിത ശത്രു 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങൾ, 3 ക്രിസ്ത്യാനികളാ. ഇപ്പൊ കുറച്ച് സ്നേഹമൊക്കെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കപട സ്നേഹമാണ്. ഇപ്പോഴത്തെ താൽക്കാലിക ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് അടുത്ത ശത്രുവിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ല ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് കാണേണ്ടത്. ന്യൂനപക്ഷത്തെ ഓരോരുത്തരായിട്ട് ഇല്ലായ്മ ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കാനുള്ള ശ്രമം വരുമ്പോൾ ഷോൺ ജോർജിനൊക്കെ എന്താ സ്നേഹം, ഈ സ്നേഹം എന്നാ തുടങ്ങിയേ, എന്നു മുതൽ ആരംഭിച്ചെന്ന് നമ്മൾ കണ്ടല്ലോ.
ഇപ്പൊ ഷോൺ ജോർജിന്റെ നേതാവായ സ്വന്തം പിതാവ് തന്നെ അടുത്ത കാലത്ത് ഈ ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ പ്രസ്താവനയും അതിന്റെ പേരിലുള്ള കേസും അതിന്റെ പുറത്തുള്ള കേസുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയോടെയാണ് സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർട്ടിൻ നിമോളറുടെ കവിത പോലെ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ പല രൂപത്തിൽ സോപ്പിട്ട് പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മതവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുകയാണ്. ആ ചേർത്ത് നിർത്തുന്നത് ചേർത്തു നിർത്തി കഴുത്തരിയാൻ വേണ്ടിയിട്ടാണുള്ള തിരിച്ചറിവ് എല്ലാവർക്കും വേണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നാളെ ഇന്ത്യ മുന്നണി അതിശക്തമായി ഈ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കും. എതിർക്കേണ്ട ഓരോ വകുപ്പുകളും അതിശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും, ചൂണ്ടിക്കാണിക്കും, ഇടപെടൽ നടത്തും. മണിപ്പൂരിനെ കുറിച്ച് ആകുലതയുണ്ട്, പക്ഷേ ഇവർക്ക് ഇസ്രായേലിന് അല്ലെങ്കിൽ ഗാസയിൽ നടന്നതിനെ കുറിച്ച് ഇവർക്ക് ആകുലതയില്ല. ശരി, ഓക്കെ. ഞാൻ നമ്മൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോ ഞാൻ വരാം. പക്ഷേ അമീൻ ആകുലതയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തർക്കത്തിലേക്ക് പോകണ്ട, നമ്മൾ കുറച്ച് അക്കാഡമിക് ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യല്ലേ, തർക്കത്തിലേക്ക് പോകണ്ട. പക്ഷേ അമീൻ ഹസൻ, ഇപ്പോൾ വഖഫ് നിയമം പല ഘട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2013 അവസാനത്തെ ഭേദഗതി. ഇത് നമ്മൾ കഴിഞ്ഞ ഈ പല കർഷക നിയമങ്ങളൊക്കെ നിർമ്മിച്ചതിന് സമാനമായ വിധത്തിൽ പെട്ടെന്ന് ചുട്ടെടുക്കുന്നത് മാതിരി അല്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് പോയി. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച 44 ഭേദഗതികൾ നിരാകരിക്കുകയും ഭരണപക്ഷത്ത് നിന്ന് വന്ന 14 ഭേദഗതികളാണ് അന്തിമമായി അംഗീകരിച്ചിട്ടുള്ളത്. പുതുക്കിയ ഡ്രാഫ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഭരണപക്ഷത്ത് നിന്ന് വന്ന ഭേദഗതിയാണ്. സ്വാഭാവികമാണ്, കാരണം 16 അംഗങ്ങൾ ഭരണപക്ഷത്തും 10 അംഗങ്ങൾ പ്രതിപക്ഷത്തുമുള്ള സംയുക്ത പാർലമെന്ററി സമിതി ആയിരുന്നു അത്. അപ്പോൾ നാളെ ഇത് ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനതാദൾ യുണൈറ്റഡിനും അതുപോലെ തന്നെ RLDക്കും LJPക്കും ഒക്കെ അവരവരുടേതായ പൊസിഷൻസ് ഉണ്ട്. TDP തുടങ്ങിയ കക്ഷികളൊന്നും അങ്ങനെ ആന്റി മുസ്ലിം സ്റ്റാൻസ് എടുത്ത് അതാത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളല്ല. ഇപ്പോൾ പക്ഷെ അവർ ഘടകകക്ഷി പാർട്ട്നേഴ്സാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വളരെ ഏകപക്ഷീയമാവുന്നതിനപ്പുറത്ത് കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അഭിലാഷ്, ഇതിനകത്ത് BJPയുടെ ഒരു സമീപനം ചരിത്രപരമായി തന്നെ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇതുവരെയുള്ള പാർലമെൻറ്റിലെ പെർഫോമൻസ് പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള നീതിപൂർവമോ ജനാധിപത്യപരമായ ഒരു സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതേസമയം അല്പം കൂടി സമ്മർദ്ദമുണ്ടാക്കുന്ന തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് അല്പം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ആന്ധ്രയിലും ബീഹാറിലൊക്കെ നടന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ അല്പം കൂടെ ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ഉയർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നാവുമായിരുന്നു എനിക്ക് തോന്നുന്നു. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി കത്തോലിക്ക സഭ ഇറങ്ങി എന്നുള്ളതാണ് എന്നെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നത്. ഞാൻ ഫാദർ ഫിലിപ്പിൻ്റേത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അഭിലാഷ്. എന്തുകൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പറയുന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത്? ആർക്കു വേണ്ടി, ആരോട് വിധേയപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ശരീഅത്ത് നിയമപ്രകാരമാണ് വഖഫ് ട്രിബ്യൂണലുകൾ. എന്താണ് ഷോണേത്? എന്റെ സമയം കളയല്ലേ ഷോണെ? ഞാൻ പാർലമെന്റിലെ BJPക്കാരെ പോലെ പെരുമാറും ചർച്ചയിലിരിക്കുകയല്ലേ. ഞാൻ അതാണ് പറയുന്നത്. അതാണ് ഒന്നെങ്കിൽ അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യണം. ഇത് ശരിയായ രീതിയല്ല. അതായത് ഷോണെ, ശരീഅത്ത് നിയമപ്രകാരമല്ല വഖഫ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നത്. ഒന്ന്, വഖഫ് സമർപ്പിക്കുവാനും വഖഫ് ചെയ്യാനും വഖഫ് ഡീഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ശരീഅത്താണ്. വഖഫിൻ്റെ ബെനിഫിഷ്യറീസിനെ തീരുമാനിക്കുന്നിടത്തും വഖഫിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതും ശരീഅത്താണ്. ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ അനുസരിച്ചാണ്. നേരത്തെ നൗഷാദ് അലി ഇത് കൃത്യമായി പറഞ്ഞു. വഖഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ മേലെ ഹൈക്കോടതിയിൽ അപ്പീലുണ്ട്. അവിടെ ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ അനുസരിച്ചാണ്. ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള വിശ്വാസപരമായ സ്വാതന്ത്ര്യം ഭരണഘടന. എന്റെ ഷോണെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, മര്യാദ കാണിക്കും പ്ലീസ്. അവിടെ ഇരിക്കുന്നു വിചാരിച്ചിട്ട് മര്യാദ ഇല്ലാതെ പെരുമാറുന്നത്.
അല്ല, പറയൂ. കഴിഞ്ഞ ദിവസം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള അവസരം കുര്യൻ സാറ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഉത്തരവ് കൃത്യമായി പറഞ്ഞ ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറയട്ടെ പ്രിയ സുഹൃത്തെ, ഞാൻ നിങ്ങളോട് മാന്യമായിട്ടല്ല പറയുന്നത്. ഈ കമ്മീഷൻ, മുനമ്പം കമ്മീഷനെ നിയമിച്ചുകൊണ്ട് വന്ന ഉത്തരവിൽ കൃത്യമായിട്ട് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, വഖഫ് ആക്ട് പ്രകാരം തീരുമാനമെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ തീരുമാനിക്കാനേ കഴിയുള്ളൂ. അത് ആ കമ്മീഷൻ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോ അത് ആക്ട് ഹൈക്കോടതി പരിഗണിച്ചത് വഖഫ് ആക്ട് മാത്രമാണ്, അല്ലാതെ ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ പരിഗണിച്ചല്ല കോടതി തീരുമാനമെടുക്കുന്നത്. അപ്പീലുണ്ട് എന്ന് കുറെ ദിവസമായി പറയുന്നു. അല്ലല്ല, ഞാൻ മുനമ്പം പ്രശ്നം തന്നെ ഉദാഹരണം എടുത്ത് ഞാൻ പറയാം. ഷോണെ, വഖഫ് ആക്ട് ഭേദഗതി ചെയ്തിരുന്നുവെങ്കിൽ കേരള ഹൈക്കോടതിയുടെ വിധി എന്താവുമായിരുന്നു അറിയോ? അത് മുൻസിഫ് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, കമ്മീഷന് വെക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ രാജ്യത്ത് ഇത് ട്രിബ്യൂണലാണ്, ഗ്രീൻ ട്രിബ്യൂണൽ പോലത്തെ ഒരു ട്രിബ്യൂണലാണ്. ഒരു സിവിൽ വഖഫ് സംബന്ധിച്ച സിവിൽ തർക്കങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു നിയമപരമായ ട്രിബ്യൂണലാണ്. അതൊരു സിവിൽ കോടതിയാണ്. അത് ട്രിബ്യൂണൽ അല്ലായിരുന്നെങ്കിൽ കേരള ഹൈക്കോടതിയുടെ വിധി മുൻസിഫ് കോടതിക്ക് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ കമ്മീഷനെ വെച്ച് ഞാൻ പറയട്ടെ എൻ്റെ പൊന്നു ഷോണെ, ഈ തരത്തിലുള്ള ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 20, ഞാൻ അച്ഛനാണ് മറുപടി പറഞ്ഞു തുടങ്ങിയത്, ആർട്ടിക്കിൾ 25ഉം 26ഉം പ്രകാരം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെ നിഷേധിക്കാനുള്ള സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ അജണ്ടക്കൊപ്പം നിൽക്കുന്ന സമീപനം കത്തോലിക്ക സഭ സ്വീകരിക്കുന്നത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനല്ല. മുനമ്പത്തെ പ്രശ്നം ഇതിലെ ഏത് ഭേദഗതി കൊണ്ടാണ് നേരത്തെ തന്നെ രേഖയുള്ള വഖഫാണെന്ന് കൃത്യമായി കോടതി വിധികളുള്ള മുനമ്പം പ്രശ്നം ഈ വഖഫ് ഭേദഗതിയിലെ ഏത് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായാൽ പരിഹരിക്കപ്പെടുമെന്നാണ്? അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല. ഷോണെ പറയട്ടെ, അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ വഖഫാണെന്ന് രേഖയുള്ള ഒരു ഭൂമി, അതിൽ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒന്നാകെ യോഗം ചേർന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു മുസ്ലിം സംഘടനയും അത് വഖഫാണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ചതിന് ശേഷം മുനമ്പം എന്ന് പറയുന്ന ഒരു പ്രാദേശികമായ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയാവകാശങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന ഒരു സമീപനവുമായി ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അഭിലാഷ്, എൻ്റെ പകുതി സമയം ഷോൺ എടുത്തു. ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പരിഗണിക്കാൻ കഴിയാത്തടത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഷ്ട്രീയ അനാഥത്വം എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ ഷോണെ, മതേതര സംഘടനകൾ, ഞാൻ ഷോണിനെ കുറിച്ചും ബി സി ജോർജിനെ കുറിച്ചും അല്ല ഈ പറയുന്നത്, മതേതര ഒരു കാര്യം എനിക്ക് പറയാം. നിങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ ഞാനൊരു ബിജെപിയുടെ നേതാവ് എന്ന നിലയിൽ അവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും മാറി മാറി ചെണ്ടവല്ലോ എന്റെ പിതാവിന്റെ പേരെടുത്ത് ഈ ചർച്ചയിൽ അതെ ഉള്ളടത്ത് നിന്ന് പറയണം. ഒന്ന് പറഞ്ഞാൽ രണ്ടോടെ പി സി ജോർജ് എന്ന് പറയുന്നു, മര്യാദ അരുൺ പറയുന്നു, നിങ്ങൾ പറയുന്നു, എന്ത് തെറ്റ് ചെയ്യുന്നു? ഈ നാട്ടിലെ 10-33 വർഷം പ്രതികരിച്ച ഞാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ പിതാവിന്റെ പേര് പറയുന്നത് പരസ്യമായി നിങ്ങൾ ചർച്ചയ്ക്ക് കുറിച്ചും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നേ ഇല്ല. നമുക്ക് നാളെയും കാണാം. ഒരു ഇടവേള ഇപ്പോൾ എടുക്കാം, അതിന് ശേഷം വരാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഫാദർ ഫിലിപ്പ് കവീൽ, നമ്മൾ വിവിധ മതസ്ഥർ ഒരുമിച്ച് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ. അപ്പോൾ പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം, നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മതസമൂഹങ്ങൾ തമ്മിലുണ്ടാവും, അത് പരിഹരിച്ചു പോവുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഉചിതമായ കാര്യം. അപ്പോൾ ഇക്കാര്യത്തിൽ വിദ്വേഷരഹിതമായ ഒരു ഫൈനൽ സെറ്റിൽമെന്റിലേക്ക് പോകില്ല. ഇപ്പോൾ നേരത്തെ അമീൻ പറഞ്ഞതുപോലെ ഈ മുനമ്പത്ത് നിന്ന് ആളുകളെ കുടിയിറക്കണം എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയുന്നത് KCBCയുടെ നിലപാട് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെല്ലാം മാറ്റപ്പെടണമെന്നാണ് KCBC ആവശ്യപ്പെട്ടത്. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ മൂലമാണ് ഈ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് കണ്ണീർ കടലിലായിരിക്കുന്നത്. അവരുടെ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമത്തിലെ എല്ലാ വകുപ്പുകളും മാറ്റിയിരിക്കണം. വളരെ പ്രത്യേകമായിട്ട് 40, 83, 107, 52 വകുപ്പുകൾ, അതിനെക്കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരല്ല, മുസ്ലിം സമൂഹത്തിന് അനുകൂലമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ന്യായമായ ഭരണഘടനാപരമായ അവർക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ലഭിച്ചോട്ടെ. പക്ഷേ ഒരു മത നിയമവും ഇവിടുത്തെ പൊതുസമൂഹത്തിലെ
ഭരണഘടനയ്ക്ക് മുകളിലാകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. അത് നമ്മൾ ഏത് നിയമമാണെങ്കിലും ഭരണഘടന വെച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനെക്കുറിച്ച് മാറ്റമേ പാടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങൾക്ക് 1955 നിയമം എന്തുകൊണ്ട് ഭേദഗതി ചെയ്തു? നമ്മൾ പറയണം. ഈ വഖഫ് ട്രൈബ്യൂണലിൽ അനുവർത്തിക്കുന്ന നിയമം, നേരത്തെ പറഞ്ഞ അഭിഭാഷകൻ സഹോദരൻ തന്നെ പറഞ്ഞു അത് ശരീഅത്ത് നിയമമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ശരീഅത്തിന് നിയമത്തിന് മുകളിലാണോ താഴെയാണോ ഭരണഘടന എന്ന് വ്യക്തമാക്കണം. ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല സുഹൃത്തെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരുമിച്ച് പോരാണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭരണഘടന അനുസരിച്ച് എല്ലാ പൗരന്മാരും തുല്യരാണ് ഇവിടെ. അത് ആര് കൊണ്ടുവരുന്നു തെറ്റായ നിയമങ്ങൾ സമാനമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റിമെന്റ്സും കൂടി പരിഗണിക്കുന്നതായിരിക്കുമോ പ്രതിപക്ഷത്തിന്റെ സമീപനം? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും? ഒരു ഫൈനൽ പോയിന്റ്. ഇവിടെ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു, ശരീഅത്ത് നിയമമാണ് വഖഫിൻ്റെ കാര്യത്തിൽ പൊതുസമൂഹം ഫോളോ ചെയ്യാൻ നിർബന്ധിതമാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കസ്റ്റമറി പ്രാക്ടീസിൽ ഒഴിച്ചെവിടെയും മതനിയമങ്ങൾ ആരെയും ബാധിക്കുന്നില്ല. കസ്റ്റമറി പ്രാക്ടീസിൽ മാത്രമാണ് വിശ്വാസികൾക്ക് മതനിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുള്ളത്. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ക്രിസ്ത്യാനികൾ കാനൻ നിയമം ഫോളോ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ശരീഅത്ത് നിയമം ഉണ്ടാവും. അല്ലാതെ ശരീഅത്ത് നിയമം പൊതു നിയമമായി മാറുന്ന ഒരിടവും ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ എവിടെയുമില്ല. തീർച്ചയായിട്ടും ഈ വഖഫ് ആക്ട് തന്നെ 1924 തൊട്ട് തുടങ്ങി 54, 95, 2013 ഈ കാലയളവിലൊക്കെ ഇന്ത്യൻ പാർലമെന്റ് ഭരണഘടനയ്ക്ക് വിധേയമായി ഉണ്ടാക്കിയതാണ്. 54 നിയമമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംഗങ്ങളാണ് ഭൂരിഭാഗവും സഭയിലുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ശരീഅത്ത് നിയമം ഇതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ അതിനകത്ത് ഒരു ചെറിയ വസ്തുതാപരമായ പിശകുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഇതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നുന്ന ദൂരീകരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ കൃത്യമായൊരു നിലപാട് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി മുമ്പേയും എടുത്തിട്ടുണ്ട്. നാളെ തീർച്ചയായിട്ടും ഈ 8 മണിക്കൂർ ചർച്ച തന്നെ കോൺഗ്രസിൻ്റെ നിരന്തര ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ സർക്കാർ അനുവദിക്കാൻ നിർബന്ധിതമായതാണ്. ഈ വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയം ഉണ്ടാകും. നിങ്ങൾ നോക്കുക, ഈ വിഷയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആംഗിളിലല്ല പ്രശ്നം. ചിരാഗ് പാസ്വാൻ തൊട്ട് നിതീഷ് കുമാർ തൊട്ട് നായിഡു തൊട്ടുള്ള ആളുകളുടെയൊക്കെ അസ്വസ്ഥത BJP മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ BJPക്ക് ഇപ്പൊ തൊട്ടുകൂടാത്ത 1-2 പാർട്ടികൾക്കൊക്കെ 1 ഡസനിലധികം അംഗങ്ങളുണ്ട്. നാളെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ നിയമനിർമ്മാണം നടക്കുകയാണ്. നമ്മുടെ പാർലമെന്ററി പാരമ്പര്യം അനുസരിച്ച് വളരെ ബഹുസ്വരമായി എല്ലാ സ്വരങ്ങളെയും കേട്ടുകൊണ്ട് നല്ല അക്കാഡമിക്കായ ചർച്ച പാർലമെന്റിൽ നടക്കട്ടെ എന്ന് വിചാരിക്കാം. എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.